ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മൂകാംബികയിൽ പോവുകയാണ് കേട്ടോ. എന്നാൽ ട്രെയിനിലാണ് പോണത്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് പോണത് കേട്ടോ. ഞാനും ട്രെയിനിൽ റിസർവേഷൻ ചെയ്തു. രാവിലെ 7 മണിക്കായിരുന്നു ട്രെയിന്. ട്രെയിനിൽ കയറി രാവിലത്തെ ഫുഡൊക്കെ ഞങ്ങൾ ട്രെയിനിൽ തന്നെ കഴിച്ചു കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പോണ വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഏകദേശം കണ്ണൂരൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ആമ്പൽപ്പാടങ്ങളാണ് കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ഈ ഭാഗത്തൊന്നും ഇങ്ങനെ ആമ്പൽപ്പാടങ്ങളില്ല. ചെറുതൊക്കെ ഉണ്ടാവും, ഇനി കുളം അങ്ങനെയൊക്കെ, അല്ലാണ്ട് നല്ല വലിയ വലിയ പാടങ്ങളും അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. പാടങ്ങളുണ്ട്, നെൽപ്പാടങ്ങളുണ്ട്, ആമ്പൽപ്പാടങ്ങളില്ല. രണ്ട് സൈഡ് നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ല വൈറ്റ് കളറും പിന്നെ നോർമൽ ആമ്പലില്ല, അതും എല്ലാം ഉണ്ട്. കാണാൻ നല്ല രസമാണ്. ഞാൻ, അമ്മ, അച്ഛൻ, അച്ചച്ചൻ, ജിജുവേട്ടൻ, മക്കൾ, ജിജുവേട്ടൻ്റെ ഏട്ടൻ, ചേച്ചി, പിന്നെ മക്കൾ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി 10 പേരാണ് കേട്ടോ ഞങ്ങൾ പോയത്. നല്ല രസമുള്ള ട്രിപ്പായിരുന്നു. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് കേട്ടോ. ഹരിക്കുട്ടനെ മൂകാംബികയിലാണ് എഴുത്തിനിരുത്തിയത്. അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു അക്കൂസിനെ അവിടെ ഇരുത്തണം എന്നൊക്കെ. പറ്റുമെങ്കിൽ പോകാമെന്നുള്ളൊരിതിലായിരുന്നു. ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാതെ പോയി വന്നു. വെറും വെള്ളവും തോട് അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമാണ് കേട്ടോ ഉള്ളത് അങ്ങോട്ട്. കോഴിക്കോടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ കേട്ടോ. കണ്ണൂരല്ല, കോഴിക്കോട് അങ്ങോട്ട് കഴിഞ്ഞ. പിന്നെ ട്രെയിനിൽ യാത്ര പറയുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഒപ്പം ഇരിക്കാം, ഒരു എൻജോയ് ചെയ്തിട്ടൊരു ട്രിപ്പായിരിക്കുമല്ലോ ട്രെയിനിൽ. ബസ് പോലെയല്ല. പിന്നെ ബസ്സിൽ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ക്ഷീണവും ഛർദി അങ്ങനെയൊക്കെ ഉണ്ടാവും. ട്രെയിനാകുമ്പോൾ പിന്നെ യാതൊരു കുഴപ്പമില്ല, ആർക്കും ഒരു കുഴപ്പമില്ല. നമുക്ക് കുറച്ച് നേരം കിടക്കാം, ഇരിക്കാം, സുഖമായി ഫ്രീ ആയിട്ട് പോയിട്ട് വരാം. ഞങ്ങൾ പോണത് 12-ാം തീയതിയാണ് കേട്ടോ. 12-ാം തീയതി വെള്ളിയാഴ്ച രാവിലത്തെ ട്രെയിനിനാണ് പോണത്. ശനിയാഴ്ച തിരിച്ചു വന്നു ഞങ്ങൾ. കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇടണം വിചാരിക്കണം. പക്ഷെ ഭയങ്കര തൊണ്ടവേദനയും ചുമയൊക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്നതോറും ചുമ കൂടി വരിക. നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കണ കാര്യമൊക്കെ മറക്കും. ചേച്ചിയാണ് അപ്പോൾ പറയുന്നത്, നീ ഒരു യൂട്യൂബറല്ലേ, വീഡിയോ എടുക്ക് ആമ്പൽപ്പാടവും ഇങ്ങനെ വെള്ളം കാണുമ്പോൾ നീ വീഡിയോ എടുക്ക് പറയും കേട്ടോ എന്നോട്. ഇതൊക്കെ നീ ഓർത്ത് വയ്ക്കണ്ടേ. ഞാൻ രാവിലെ ചോറ് പാക്ക് ചെയ്യണം, ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയത്. രാവിലത്തെ ഫുഡും ഉച്ചക്കലത്തെ ഫുഡും നമ്മൾ കയ്യിൽ പിടിക്കുകയും ചെയ്ത് അതൊക്കെ വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്താ പറയുക, ആകെ തിരക്കായിരുന്നു. ഒന്നാമത് രാവിലെ 3 മണിക്ക് എണീറ്റു. എന്നാലല്ലേ നമുക്ക് 7 മണിയാകുമ്പോഴേക്ക് റെഡിയായി ഫുഡൊക്കെ ആക്കി റെഡിയാക്കി ഇവിടെ നിന്ന് 6:30 ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് അടുത്താണ്, 10 മിനിറ്റേ ഉള്ളൂ. എന്നാലും നമ്മളെല്ലാം ഓക്കെ ആയാലല്ലേ സെറ്റാക്കി വെക്കണ്ട 6:30 ആകുമ്പോഴേക്കും. അതിന് വേണ്ടിയിട്ട് അപ്പം രാവിലേക്ക് ഇഡ്ഡലി സാമ്പാറാണ് കേട്ടോ എടുത്തത്, പറഞ്ഞു ഓൾറെഡി. പിന്നെ ഇപ്പോൾ അത് ഏകദേശം ഒരു 1:15-1:30 ആകുമ്പോഴേക്കും നമ്മൾ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. അതാ ഞങ്ങൾ ഇത്രയും പേരാണ്. അച്ഛതാ ഫ്രണ്ടിൽ നടന്നു, അത് അച്ഛൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, ബ്ലൂ ഷർട്ട്. നമ്മളവിടെ നിന്ന് കയറി ലിഫ്റ്റിൽ കയറുകയാണ്. ലിഫ്റ്റിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുക ചെയ്യാം. നല്ല വലിയ സ്റ്റേഷനാണ് കേട്ടോ മംഗലാപുരം സ്റ്റേഷൻ. പിന്നെ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അടുത്ത ട്രെയിന് 3:30-ക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ സ്റ്റേഷനിൽ തന്നെ ഫുഡ് കഴിച്ച് ചോറ് കൊണ്ടുപോയി പറഞ്ഞില്ലേ, എല്ലാവർക്കും ഓരോ പൊതി ചോറെടുത്തു. അപ്പോൾ നമുക്കത് അവിടെ നിന്ന് കഴിച്ച് അവിടെ തന്നെ അത് കളയുകയും ചെയ്യാമല്ലോ. അതും പാത്രങ്ങളും അങ്ങനെ ഇങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കത് തന്നെ ഏറ്റി നടക്കേണ്ടതൊക്കെ അവിടെ തന്നെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പിന്നെ വെയിറ്റും ബാഗൊന്നും ഒരുപാട് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഉച്ചക്കിലേക്ക് ചോറ്, സാമ്പാർ, ഒരു പയറുപ്പേരി, പിന്നെന്താണ് അച്ചാറും ആയിരുന്നു കേട്ടോ. പിന്നെ പൊതിച്ചോറ് നമ്മൾ പൊതിഞ്ഞ് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിള്ളേർക്ക് ചോറിനോടൊന്നും അത്ര താല്പര്യമില്ല. എന്നാലും പക്ഷേ ശ്രീക്കുട്ടൻ പറഞ്ഞു നന്നായിട്ടുണ്ട് പറഞ്ഞു. ഹരിക്കുട്ടിന് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അവനൊരു ആഗ്രഹമാകുമ്പോൾ ഞാൻ പൊതിച്ചോറ് സ്കൂളില്ലാത്ത ദിവസം ആക്കിയിട്ട് രാവിലെ ആക്കി വെച്ച് അതിലാകുമ്പോൾ ഒരു മുട്ട ഓംപ്ലേറ്റും അങ്ങനെ എന്തെങ്കിലും കൂടി ഒന്ന് വെക്കും. ഇതിപ്പോൾ നമുക്ക് അമ്പലത്തേക്ക് എണ്ണിനോണൊന്നും പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും കൂടി കഴിച്ചു, ഒരു രസമല്ലേ. പിന്നെ 1:30-ഒക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്റ്റേഷനിൽ എത്തി ഫുഡ് കഴിച്ചത്.
പിന്നെ ഇഷ്ടംപോലെ സമയമുണ്ട്. 3:30 വരെ പറയുമ്പോൾ നിറയെ ടൈമുണ്ടല്ലോ, സമാധാനത്തോടെ എല്ലാവരും കഴിച്ച് പിന്നെ ഓരോരുത്തരും ഓരോ ഭാഗത്ത് സ്റ്റേഷനിൽ അവിടെ കിടക്കാൻ നിറയെ ബെഞ്ചും കാര്യങ്ങളും ഉണ്ട്, ഫാനുണ്ട്. അത്ര ചൂടൊന്നുമില്ല, മഴയില്ല, എന്നാൽ നല്ല ചൂടുമില്ല കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പിള്ളേർ ചോറിനു. അപ്പോൾ ശ്രീകുട്ടിക്ക് സംശയങ്ങളായിരുന്നു, എങ്ങനെ മേമ ഇല വാട്ടിയത്, നല്ല ടേസ്റ്റ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ശ്രീകുട്ടിക്ക് ഒരേ സംശയങ്ങളായിരുന്നു. പിള്ളേർക്കൊക്കെ ഇഷ്ടമായി. ഹരിക്കുട്ട സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അക്കൂസ് അവിടെ ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ. എവിടെ പോയാലും പിന്നെ ഇഷ്ടം പോലെ നായ്ക്കളുണ്ട് കേട്ടോ, സ്റ്റേഷനിലൊക്കെ ഒരുപാട് നായ്ക്കൾ. അപ്പോൾ ചേച്ചി എന്തായാലും ശ്രീകുട്ടിയുടെ മുടി കെട്ടിക്കൊടുക്കുകയാണ്. അവൾ ഹലോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാ കിടക്കണ വണ്ടി കണ്ടോ, ഈ വണ്ടിയിലാണ് നമുക്ക് പോകേണ്ടത്. ഇതെനിക്ക് തോന്നുന്നു മെമു ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെ നാട്ടിൽ കേരളത്തിലുള്ള പോലത്തെ മെമു തന്നെ തോന്നുന്നു, അവിടുത്തെ കർണാടകയിലത്തെ മെമു എന്ന് തോന്നുന്നത്. അത് 3:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിലിരിക്കാം, പക്ഷേ അതിലിരുന്ന് ഭയങ്കര ചൂടായിരിക്കും. കാരണം ഫാനും അതൊന്നും കറണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. ഏകദേശം എടുക്കുന്ന ടൈം ആകുമ്പോഴാവുമല്ലോ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലോ ലൈറ്റ് ഫാനൊക്കെ അവർ കണക്ഷൻ കൊടുക്കുക. പക്കൂസ് നല്ല എൻജോയ് ചെയ്ത് കളിക്കുകയാണ്. എങ്ങനെ എഴുത്തിനിരുത്തുമ്പോൾ ഇരിക്കുമോ എന്താണെന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പൊതുവേ ഭയങ്കര വാശിയാണ്. എന്നാൽ ആൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടി സ്റ്റേഷനിൽ നിന്ന് എടുത്തു. മംഗലാപുരം സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ മൂകാംബിക സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. യാത്രയിൽ വലിയ ദൈവം സഹായിച്ച് മൂകാംബിക ദേവിയുടെ സഹായം കൊണ്ട് തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതും ഒരു സമാധാനമാണ്. കാരണം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ ഇതൊക്കെ വന്ന് നമുക്ക് മനസ്സിലേക്കൊരു ടെൻഷനല്ലേ. പോയി വരുവോളം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ യാതൊരു കുഴപ്പമില്ലാതെ പോയി വന്ന് എല്ലാവരും സുഖമായിട്ട്. വണ്ടിയിൽ ഞാൻ ഇടയിൽ കുറച്ച് 2-3 ലൈവൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ നല്ല ചില വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ചേച്ചിയും പിള്ളേരും വിജയോട്ടനും ഏട്ടനും കൂടി ഞങ്ങൾ സിനിമാ പേരുകൾ പറഞ്ഞ് കളിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ നേരം പോയി. ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യമാണ്, നമുക്ക് ഫ്രീ ആയി ഇങ്ങനെ ഇരിക്കുക, സംസാരിച്ചിട്ട്. ബസ് പോലെയല്ലല്ലോ, ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായി സംസാരിക്കാനാണെങ്കിലും അറിയാമല്ലോ, ട്രെയിൻ യാത്ര ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. ഒരു സന്തോഷമാണ് എല്ലാവരും കൂടി പോകുമ്പോൾ. ഇങ്ങനത്തെ ട്രിപ്പുകൾ എന്നല്ല പറയുന്നത്, ചെറിയ ട്രിപ്പുകളാണെങ്കിലും അതൊരു സന്തോഷം. നമ്മളെക്കാൾ കൂടുതൽ സന്തോഷം മക്കൾക്കായിരിക്കും. നമുക്ക് സന്തോഷം ഇല്ല എന്നല്ല, നമുക്ക് സന്തോഷമാണ്. ഞങ്ങൾ പിന്നെ സ്നാക്സും സ്നാക്സുകളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ അതൊക്കെ തിന്നുക. ചേച്ചി പിള്ളേരൊക്കെ ഹായ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ മുടിയൊക്കെ അവിടെ എത്തുന്നെങ്കിൽ ആകെ ചറവറാന്നായിരിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ. മക്കൂസ് ഏട്ടന്മാരും കൂടെ കളിപ്പിക്കുകയാണ്. നമ്മളതാ മൂകാംബിക സ്റ്റേഷൻ എത്താനായിട്ട് ഏകദേശം. അവിടെ നമ്മൾ കേരളം പോലെയാണ്, കാടൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതാണ് മൂകാംബിക സ്റ്റേഷൻ. ബന്ദിയൂർ എന്ന സ്ഥലപ്പേര് അതന്നെ തോന്നുന്നുണ്ട്, ബന്ദിയൂർ. അതെ. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. സ്റ്റേഷനൊക്കെ നല്ല വൃത്തി, നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ട്രെയിനുകളൊക്കെ പണ്ടത്തെ പോലെ തന്നെ നല്ല ക്ലീനാണ്. സ്റ്റേഷനാണെങ്കിലും നല്ല കുറേ പേര് പറയുമ്പോൾ ഒരു ചെറിയ സ്റ്റേഷനാണല്ലോ, പക്ഷെ ഇഷ്ടം പോലെ ഇരിക്കാനാണെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് നടക്കാനും എല്ലാം ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് 1 മണിക്കൂർ അമ്പലത്തേക്ക് ട്രാവലിംഗ് ഉണ്ട്, യാത്ര പോകണം. 1 മണിക്കൂറുണ്ട് കറക്റ്റ്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകണ്ട, വണ്ടി വിളിച്ചിട്ട് അവിടെ തന്നെ സ്റ്റേഷൻ്റെ മുന്നിൽ തന്നെ വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. അത് എത്ര പേരാണ് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള വണ്ടിയിൽ അവർ കൊണ്ടുപോകും. ഞങ്ങൾ 10 പേരാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ടാറ്റ സുമോ പോലത്തെ ഒരു വണ്ടി എടുത്ത് 10 പേർക്ക് ഞങ്ങൾക്ക് 1200 രൂപയാണ് കേട്ടോ വണ്ടിക്കായത്. പിന്നെ ഓട്ടോറിക്ഷയുണ്ട്, പിന്നെ ചെറിയ വാനുകളില്ലേ അതൊക്കെ ഉണ്ട്, 5 പേർക്ക് 4 പേർക്ക് അങ്ങനെ. എനിക്ക് ബസ്സുകളൊന്നും അധികം അങ്ങോട്ടേക്ക് ഇല്ല തോന്നുന്നു. പിന്നെ ഒരുവിധം എല്ലാവരും ഇങ്ങനെയാണ് കേട്ടോ പോണത്. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് എത്തണം ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ 10 പേര് തന്നെയാണ് നമ്മളിതാ ഈ വണ്ടിയിലാണ് കേട്ടോ പോയത്.
ഇനി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഈ വണ്ടിക്കാരോട് പറഞ്ഞു നമുക്ക് തിരിച്ച് വരാനെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ തന്നെ അവർ നിന്നു. എന്നിട്ട് നമ്മുടെ കൂടെ നമ്മളിപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം 7:30 കഴിഞ്ഞു. 6:30 നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടിയിൽ കയറുമ്പോൾ 6:45 ആയി കേട്ടോ. അവിടെ അമ്പലം എത്തുമ്പോൾ ഏകദേശം 7:30 7:45 8 മണിയാവാനായി കേട്ടോ. അതാണ് പോകുന്ന വഴികൾ. പോകുന്ന വഴി കുറച്ചൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ വെറും കാടാണ് കേട്ടോ. ഇതിന് മുന്നേ പോയത് ഇപ്പോൾ ഒരു 7 കൊല്ലം മുന്നേ പോയത്. അപ്പോഴും കാടുകൾ തന്നെയാണ്. പക്ഷെ എന്നാലും അതിനേക്കാൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇരുട്ടായപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു ടെൻഷൻ. അന്ന് പോകുമ്പോൾ ഇത്ര ഇരുട്ടൊന്നും ആയിട്ടില്ല. അന്ന് പോകുമ്പോൾ നമ്മൾ വേറെ 2-3 കൃഷ്ണൻ്റെ അമ്പലം അങ്ങനെ 2-3 അമ്പലത്തിൽ പോയി. അതിങ്ങനെയില്ല, നമ്മൾ മംഗലാപുരത്തുനിന്നേ വണ്ടി വിളിച്ചിട്ടാണ് പോയത്. ഇത് നമ്മൾ മൂകാംബികയിൽ നിന്നാണ് വണ്ടി വിളിച്ചത്. ഫസ്റ്റ് ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ മംഗലാപുരത്തുനിന്നേ വണ്ടി വിളിച്ചിട്ടാണ് ഇപ്പോൾ. അപ്പം നമുക്ക് എല്ലാവർക്കും വൈകുന്നേരം പോയി തൊഴണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. കാരണം ഇത്രയും നേരമായി. അമ്പലം എത്ര മണി വരെയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. 2 സൈഡും നല്ല കാടാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വീടുകൾ, ഞാനപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട്, വീടുകൾ സ്കൂളുകളൊക്കെ ഉണ്ടോ എന്തോലെ ഈ ഭാഗത്തൊക്കെ, ഒരു ഹോസ്പിറ്റലിൻ്റെ സൗകര്യം എങ്ങനെയല്ലേ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ. പക്ഷെ പകൽ സമയം വരുമ്പോൾ ഇഷ്ടംപോലെ വീടുകളുണ്ട്, സ്കൂളുകളുണ്ട്, നിറയെ ആൾക്കാരുള്ളൊരു പരിസരം തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ നമുക്ക് അരവിന്ദൻ്റെ അതിഥികൾ സിനിമ ഓർമ്മ വന്നത്. ആ ഒരു മൂകാംബിക എത്താനായതിൻ്റെ ആ ഒരു ആർച്ച്, അത് ഏകദേശം ആ ആർച്ചിൽ നമ്മൾ അമ്പലം എത്താനായി കേട്ടോ. 10 മിനിറ്റ്. കുറേ വണ്ടികൾ പോകുന്ന സമയമാണ്. ആ നേരത്തെ അധികം വണ്ടികളൊന്നുമില്ല. ഏകദേശം അമ്പലം എത്താനായി. അപ്പോൾ അതാ റൂം നമ്മൾ അവർ തന്നെ നമുക്ക് വണ്ടിക്കാരനെ നമുക്ക് ലോഡ്ജിലേക്ക് ആക്കി തന്നു. ഇവിടെയാണ് കേട്ടോ നമ്മൾ റൂം എടുത്തത്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. 800 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് റൂമുകൾ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ഒന്ന് ഫ്രഷായി നേരെ 8:45 വരെ അമ്പലമുണ്ട് പറഞ്ഞപ്പോൾ വേഗം ഇതിനൊന്നും നോക്കിയില്ല. വേഗം എല്ലാവരും ഒന്ന് ഫ്രഷായി. അവിടെ മുല്ലപ്പൂവിനേക്കാൾ കൂടുതൽ ജമന്തി പൂവാണ്. ആ സമയത്തും അത്യാവശ്യം തിരക്കുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ചെരുപ്പൊക്കെ ഞങ്ങളിവിടെ ഒരു വെക്കുകയും ചെയ്ത് ഇവിടെ അതിലേൽപ്പിച്ചു. അപ്പോൾ അത് ദൈവത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ വലം ചുറ്റില്ലേ, 3 വട്ടം വലം ചുറ്റു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. തൊഴുതിറങ്ങുന്ന അപ്പോഴേക്ക് സമയം 10 മണിയാവാനായി കേട്ടോ. അപ്പോൾ അമ്പലമൊക്കെ ഏകദേശം അടച്ചു. അപ്പോൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങണ തിരക്കാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എഴുത്തിനിരുത്തി. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ ഞാൻ യൂട്യൂബർ ആതിര പൊന്നു എന്ന യൂട്യൂബ് ചാനലില്ലേ, അവരാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നതെന്ന് കാണുന്നത്. കാരണം കുറച്ച് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വന്നിരുന്നത്. അപ്പം ഞാൻ മുഖമൊന്നും കണ്ടില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ കണ്ടത്.
അപ്പോൾ അതാ അക്കൂസൊക്കെ എഴുതാനിരുന്നു. നല്ല കുട്ടിയായിട്ട് അക്കൂസ് എഴുതി. അതിനൊരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ അരിയിലൊക്കെ എഴുതുന്നത് കണ്ടപ്പോൾ ഏട്ടന്മാരും ചേച്ചിയും ഒക്കെ അടുത്തിരുന്നു. അക്കൂസ് നല്ല കുട്ടിയായിട്ട് അക്ഷരങ്ങൾ എഴുതി. അങ്ങനെ അക്കൂസും അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നു. അരി ഒരു മഞ്ഞളിൻ്റെ കഷ്ണം വെച്ചിട്ടുണ്ടാകും. ആ മഞ്ഞളിൻ്റെ കഷ്ണം കൊണ്ട് നമ്മൾ എഴുതുക ചെയ്യാം. പിന്നെ മൂകാംബികയിൽ പറഞ്ഞാൽ നമ്മുടെ മടിയിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ തന്നെയാണ് കേട്ടോ എഴുതിപ്പിക്കുക. നമ്മുടെ ഇവിടുത്തെ അമ്പലങ്ങളിലെ പോലെ വേറെ നമ്മുടെ ഇവിടെയൊക്കെ വേറെ ആൾക്കാരെയൊക്കെ മടിയിലെടുത്തിട്ട് അങ്ങനെയല്ലേ എഴുതിപ്പിക്കുക. ടീച്ചേഴ്സും സാറുമാരും അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവരുടെ മടിയിലെടുത്തിട്ടല്ലേ എഴുതിപ്പിക്കുക. ഇത് പറഞ്ഞാൽ നമ്മുടെ മടിയിൽ തന്നെ അവരവരുടെ മടിയിൽ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ അന്നത്തെ ദിവസം. അപ്പൂസും ഹരിക്കുട്ടിനും ജിജോടിനും ഒരേ പോലത്തെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഷർട്ട് നമ്മുടെ എല്ലാവരും നല്ല സന്തോഷത്തോടെ എഴുതി. അങ്ങനെ അപ്പൂസ് അതുകൊണ്ട് അക്കൂസ് തന്നെ തനിയെ എഴുതുന്നുണ്ട്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ ലൈക്കുകൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ട വ്യൂസ് കിട്ടുന്നതിനനുസരിച്ചാണ് നമുക്കാണെങ്കിലും വീഡിയോസ് ചെയ്യാനൊരു എനർജി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ അവർ പറയും നാക്ക് നീട്ടിയിട്ട് മോതിരം നമ്മുടെ കയ്യിലുള്ള മോതിരം കൊണ്ട് നാക്കിൽ ഓന്ന് നമ്മളെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കാൻ പറയും. അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. എല്ലാം കൊണ്ടും ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം നല്ല രീതിക്ക് നടന്നു. പിന്നെ ഞങ്ങൾ രാവിലെ പിന്നെയും ക്യൂവിൽ നിന്ന് കുറച്ച് നേരം കയറി തൊഴുത്ത്. രാവിലെ ക്യൂവിൽ നിൽക്കുമ്പോൾ അധികം തിരക്കുണ്ടായിരുന്നു. കാരണം എഴുതാനിരിക്കുന്നതിൻ്റെ അവിടെ ഇരുന്ന് അത്യാവശ്യം തിരക്ക്. അപ്പം വേഗം ക്യൂവിൽ നിന്ന് 10 മിനിറ്റ് കൊണ്ട് വേഗം കയറിയിട്ടാണ്. അതാണ് നാക്കിൽ നിന്ന് കാട്ടി തന്നു. എനിക്ക് അതൊക്കെ ആയിരുന്നു ഒരു ടെൻഷൻ. കുഞ്ഞു കുട്ടിയല്ലേ, പിള്ളേർ കരയുന്നുണ്ട്. ചില പിള്ളേർ വാശിയൊക്കെ പിടിച്ച അക്കൂസിൻ്റെ കാര്യം പിന്നെ ഒരു രക്ഷയില്ല, ഭയങ്കര വാശിയായിരിക്കും. എന്തോ നല്ല അനുസരണയുള്ള കുട്ടിയായി. കുട്ടി അക്ഷരങ്ങളൊക്കെ എഴുതി ദൈവത്തിനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾക്ക് തിരിച്ച് മൂകാംബികയിൽ നിന്ന് ട്രെയിനും 12:30-ക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ 11 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് 12:30 ആകുമ്പോഴേക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ എഴുത്തിനും തൊഴലും എല്ലാം രാവിലെ ഒരു 9:30 ആകുമ്പോൾ എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് തിരിച്ചതേ വണ്ടിയിൽ തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഒരു സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ ആണ്. കുഞ്ഞു വീഡിയോ എന്നല്ല, അത്യാവശ്യം വലുപ്പമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.